പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറത്തും പുറപ്പെടുന്ന സത്യാത്മാവും ജീവതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായ തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവഹിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവമായ ദേഹം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചുകൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്തോടും കൂടി വർദ്ധിച്ചുകൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടും വിധേയത്തോടും കൂടി അനുസരിച്ചുകൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. നമ്മുടെ കർത്താവായ യേശു അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതി. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഇതിനുള്ള പർവ്വതാരം മുഴുവൻ വിശിഹാരമായി
Reverend Father G.P. Olikan, Manakawadi, Reverend Father Sabah Tamipudi, VC, Reverend Father Bingo Vatodi, OIC, എന്നിവരുടെ പരിപാലനയാണ്. ബഹുമാനപ്പെട്ട ഡെലിഗേറ്റ്സ് ഇപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരുടെ യാതൊരുവിധങ്ങളെ വാങ്ങിക്കൊണ്ട് സഹഭാഗികളോടൊപ്പം തന്റെ ആദ്യയാഗം ഈ കാലത്തിൽ തിരുമുറിൽ കാഴ്ച ചെയ്യുന്ന ഈ വെല്ലുവിളിയിൽ ആവാസിക്കുന്ന കാര്യങ്ങളിലൂടെ ഏതാം മനുഷ്യപ്രകൃതിയുടെ പ്രവർത്തനത്തിൽ നിക്ഷേപിക്കുന്നു. ഈ മഹത്വമായ കർമ്മമനുഷ്ഠിക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യാതിരേക തന്റെ വിജയത്തിന് മാമുദിസാത്വത്തിക്കും പുഷ്പനം നൽകുന്നു. സ്വർഗീയ ജീവന്റെ സ്രോതസ്സായ മാമുദിസാത്വത്തിയോടും സ്നേഹാർപ്പണത്തിന്റെ യാഗപീഠത്തോടുകൂടെ പുരോഹിതന്റെ ആത്മസമർപ്പണമാണ് ഈ കർമ്മങ്ങൾ സൂചിപ്പിക്കുന്നത്.
നിങ്ങളെ വളർത്തുന്നു. എന്റെ രാജാവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അവരും ഇടപെടാതെ അങ്ങയെ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അങ്ങയുടെ മാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുള്ളവരും ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. അവർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും, പുതുമഴയാൽ പരിപുഷ്ടമാവുകയും ചെയ്യും. അവരുടെ ശക്തി വർദ്ധിച്ചു വരികയും ദേവന്മാരുടെ ദയവിനെ സജീവങ്ങൾ കാണുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ കർത്താവിനെ ഉണ്ടാക്കുവാൻ എന്റെ ആത്മാവാശിച്ച് കാത്തിരിക്കുന്നു. വിശുദ്ധമായ ഒരുവരിലേക്ക് ഏർപ്പെടുന്നവർ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ കടപ്പെട്ടവരാണ്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിന്റെ കൃപാമത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നന്ദിപ്പിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടുവാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടുവാനും വേണ്ടി അവർക്ക് വെണ്ണീരിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും
തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലന്യം നൽകുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയിക്കും, പരദേശികൾ നിങ്ങളുടെ ഉടവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരുമാകും. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും, അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും, അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും, നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു, കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ അവർ ഞാൻ പ്രതിഫലം നൽകും. അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവരുടെ പിൻതലമുറ ജനതകളിലെയും സന്തതി രാജ്യങ്ങളിലെയും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. അതുവഴിയാൽ ശരീരങ്ങൾ ഉപയോഗിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ അങ്ങയെ ശ്രമിക്കുന്നതിനും അങ്ങയുടെ കാര്യത്താൽ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച വിലയും യോഗ്യമായ ജീവിതം നയിക്കുകയും പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും കൂടി ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുകയും സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കുകയും ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ. സകലത്തിനും ഉപരിയും സകലത്തിലൂടെയും സകലത്തിനും വർദ്ധിക്കണമെന്നും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. നാം ഇനിമേൽ തെറ്റിന് മാനയിൽപ്പെടുത്തുവാൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉയരുകയും കൂത്തറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രതിത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതിന്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. ും
സുവിശേഷം. എനിക്ക് കൊടുത്തേ കണ്ടപ്പോൾ യേശുവിനെ കേൾവി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവനവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗ്ഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീല ഭാഗ്യവാന്മാർ, അവർ ഭൂമിയിൽ പ്രകാശമാകും. നീതിക്ക് വേണ്ടി വിശക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വന്തം ലഭിക്കും. കരുണയുള്ള ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയവിശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരും വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡയെക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവരുടേതാണ്. പിന്നെ മനുഷ്യരുടെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവരുടെ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുകയും സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായ പ്രവാചകന്മാരെ അവർ ഇപ്രകാരം തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഏറെ സന്തോഷം പകരുന്നതിലൂടെ പുതിയൊരു വൈദിക കൂടി നമുക്കുണ്ടാവുകയാണ്. ഇന്ന് വൈദികനായി അധ്യക്ഷനാകുന്ന ഡെന്നി പ്രത്യേകമായിട്ട് നമ്മൾ അദ്ദേഹത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ഈ ജീവിത അവസാനത്തെ ശ്വാസം വരെ വിശ്വസ്തയോടും പ്രതിബദ്ധതയോടും കൂടി ജീവിക്കുവാനുള്ള കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന അതേ ദീക്ഷയോട് കൂടിയിട്ട് അവസാനത്തെ ബലിയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത് അതിനെല്ലാം പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് കഴിയിട്ട് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം പിന്നീട് മാതാപിതാക്കളെ ഓർക്കുന്ന സഹോദരി സഹോദരന്മാരെയും ബന്ധുക്കളെല്ലാം പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭ്യമാകുവാനുള്ള ഒരു കനാലായിട്ട്, ഒരു ചാനലായിട്ട് ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ എടുക്കുന്ന മകൻ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളുണ്ടായിരിക്കുന്നതുപോലെ അദ്ദേഹം ഈ ജീവിതത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഒരു പരസ്പര പിൻബലത്തിൽ മാത്രമേ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. നമ്മളെല്ലാം ഇന്ന് ഈ ചടങ്ങിൽ സാക്ഷികളാകുവാൻ, ഇതിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. പ്രതീകാത്മകമായിട്ട് നമ്മൾ പറയുന്ന കാര്യം ഇതാണ്: നീ പേടിക്കേണ്ട കാര്യമില്ല, നിന്റെ പിന്നിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്, ഈ ജീവിതം ധൈര്യപൂർവ്വം ഏറ്റെടുത്തുകൊള്ളുക എന്ന് ആ ഒരു വാഗ്ദാനം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ഒക്കെ ഇപ്രകാരം ചെയ്ത് മതിയാകും. മകൻ വൈദികനായി സന്യാസിയായി ഇനി അവനവൻ്റെ കാര്യമായി എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. അവരിനിയും ഞങ്ങളുടെ പിൻബലം കൂടുതലായിട്ട് പ്രാർത്ഥനയിലൂടെ ആവശ്യമുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവണം.